സത്യമായിട്ടും എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ്സും ഇല്ല മാഡം. അങ്ങനെ ഒരു ഫീലിംഗ്സ് എന്നോട് ഇല്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്റെ വീട്ടിലേക്ക് വന്ന് ഇനി എന്നെ ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടും പാദസരം തിരികെ തന്ന് നിന്റെ ഓർമ്മകൾ ഞാൻ ഉപേക്ഷിക്കാണെന്ന് പറഞ്ഞിട്ടും നിന്നെ കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞു പോയിട്ടും അങ്ങനെ എല്ലാം ചെയ്തിട്ടും പിന്നെ എന്നെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്തിനാ? എന്നെയും ത്രിവിക്രമനെയും അകറ്റി നിർത്താൻ എന്തിനാ ശ്രമിക്കുന്നത്? ഇതെല്ലാം എന്നെ മറക്കാൻ പറ്റാതെ എന്നെ സ്വന്തമാക്കാൻ വേണ്ടി നീ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? വരുന്ന ബുധനാഴ്ച എൻഗേജ്മെന്റ് ആണെന്ന് അറിയില്ലേ? ആർക്കും എന്തോ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത. ഇവിടെ ഒരു പ്രിപ്പറേഷൻസ് നടന്നു കാണുന്നില്ല. എവിടെ ത്രിവിക്രമൻ? അവൻ പുറത്തേക്ക് ഇവിടെ പോയിരിക്കേ. അവന്റെ അല്ലേ കല്യാണം? അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി. അവൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കുറച്ച് സീരിയസ് ആയിരിക്കും. ലാസ്റ്റ് മിനിറ്റിൽ എടിപിടിയായിട്ട് ചെയ്യാന്നും പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന എനിക്കിഷ്ടമല്ല. പിന്നെ ഈ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതായി വരില്ലേ? ഈ ജ്വല്ലറീസ്, ഡ്രസ്, ഇതൊക്കെ പർച്ചേസ് ചെയ്യണ്ടേ? ദമയന്തി, നീ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടോ? ഞാൻ ചെയ്യാം. നന്ദീശ, നമ്മൾ ഈ നിശ്ചയം വീട്ടിൽ തന്നെ നടത്തുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കായി 1-2 ജോലിക്കാരെ എക്സ്ട്രാ നിർത്തേണ്ടി വരും. അല്ല, തൃശ്ശൂർ എവിടെ? അവനല്ലേ ആള്. എവിടെയെങ്കിലും തെണ്ടിത്തിരിയാൻ പോയിട്ടുണ്ടാവും. നന്ദീശ, ഈ ന്യൂജൻ പിള്ളേർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ തൃശ്ശൂരിനെ ഏൽപ്പിച്ചേക്കും. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ കാര്യങ്ങൾ. ശരി മുരളി, അങ്ങനെ ആയിക്കോട്ടെ. അളിയ, അളിയൻ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാന്നേ. വരുന്ന അതിഥികൾക്കേ ഇത് എൻഗേജ്മെന്റ് ആണോ കല്യാണം ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആവണം. അത് ഞാൻ ഏറ്റു. ഗോവിന്ദ, കുറെ വർഷങ്ങൾ കൂടി ഈ വീട്ടിലൊരു ശുഭകാര്യം നടക്കാൻ പോവാ. ഈ ചടങ്ങ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ചടങ്ങുകളെക്കാളും ഗംഭീരമായി നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ശിവാനി, ഹലോ. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല മാഡം. എനിക്ക് നിങ്ങളോട് പ്രേമൊന്നും ഇല്ലെന്നേ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്നെയും ത്രിവിക്രമനെയും അകറ്റാൻ നീ എന്തിനാ ശ്രമിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ആരെയും അകറ്റാൻ ശ്രമിക്കുന്നില്ല മാഡം. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എന്നുവെച്ചാ ത്രിവിക്രമൻ എന്നെ കൊല്ലാൻ പോവാണെന്നാണോ? അല്ല, അവൻ എന്തിനാ എന്നെ കൊല്ലുന്നേ? അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് കള്ളമാണോ? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു പറയുന്നതും കള്ളമാണോ? ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാള് എന്നെ കൊല്ലാൻ പോകുന്നത് എന്തിനാണ് തൃശ്ശൂർ? എനിക്കും അത് മനസ്സിലാവാത്ത മാഡം. ഞാനും കൺഫ്യൂഷനില്ല. നിനക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. നീ എന്നെ ഏതോ ട്രാപ്പിൽ പെടുത്താൻ നോക്ക. എന്നോട് ത്രിവിക്രമന്റെ ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞിട്ട് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് നീ, അല്ലേ? ഇനി എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന കാര്യം ഞാൻ എന്തായാലും ത്രിവിക്രമനോട് പറയും. ഇപ്പൊ തന്നെ പറയും. മാഡം, മാഡം, ഇല്ല മാഡം, ഞാൻ വിടില്ല. ഇല്ല മാഡം, ഞാൻ പോവാൻ സമ്മതിക്കില്ല. ഓ, പോകാൻ സമ്മതിക്കില്ല അല്ലേ? ത്രിവിക്രമനോട് ഇത് പറയാൻ എനിക്ക് വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ്. ഞാൻ ഫോണിൽ പറഞ്ഞോളാം. അയ്യോ മാഡം, അങ്ങനൊന്നും ചെയ്യില്ല മാഡം. പ്ലീസ് മാഡം. ഇത് ഞാൻ ത്രിവിക്രമനോട് എന്തായാലും വിളിച്ച് പറഞ്ഞിരിക്കും. ദൈവം, ഇനി എന്താ ഞാൻ ചെയ്യാ? കൊച്ചുമുതലാളി ഈ വിഷയം ഞാൻ അറിഞ്ഞാൽ പിന്നെന്താവും? മാഡം, മാഡം പ്ലീസ് മാഡം, ഞാൻ പറയുന്നത് കേൾക്കും. അദ്ദേഹത്തെ വിളിക്കാൻ നിൽക്കരുത് മാഡം. പ്ലീസ് മാഡം, വേണ്ട. തൃശ്ശൂർ എന്തായി കാണിക്കുന്ന? കൈ വിട്. മാഡം, ഇല്ല മാഡം, ഞാൻ വിടില്ല മാഡം. ഒരു കാരണവശാലും കൊച്ചുമുതലാളി ഈ വിഷയം അറിയരുത്. എനിക്ക് ഫോൺ ചെയ്തേ പറ്റൂ. അയ്യോ സോറി മാഡം, ഞാൻ വിടില്ല. ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. തൃശ്ശൂർ,
എന്താ നീ പറയുന്നത്? ദിഗ്വിജയന്റെ മരുമോളാകാൻ പോകുന്നത് ആ നാഗറാണിയാണെന്ന്? എടാ എടാ എന്താടാ ഇത്? നീ പറയുന്നതൊക്കെ സത്യമാ? അതെ, അവള് തന്നെയാ നാഗറാണി. എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും അവള് തന്നെയാണ്. ബലം പ്രയോഗിച്ച് നിങ്ങളുടെ എല്ലാം പേരുകൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചതും അവള് തന്നെയാണ്. എന്തുകൊണ്ട് ഈ വിഷയം ദിഗ്വിജയ് അറിയിച്ചില്ല? അവൻ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. ഞാനിപ്പോ തന്നെ അവനെ വിളിച്ചു പറയാം. അതുകൊണ്ടൊരു കാര്യവുമില്ല സമ്രാട്ട്. അതെന്താ? ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ എന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. അവനെന്താ തലയ്ക്ക് വെളിവില്ലേ? സത്യം പറഞ്ഞ എന്താ അവന് മനസ്സിലാവാത്ത? ഇത് അവനും ചാവും, എന്നിട്ട് നമ്മളെയും കൂടെ കൊല്ലുമെന്നാ തോന്നുന്നു. അവനെന്താ എന്റെ വാക്കുകൾ വിശ്വസിക്കാത്തെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും പറഞ്ഞ് എന്റെ വായ അടപ്പിക്കാൻ ശ്രമിച്ചവനാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ അറിവിൽ അവന് വേറെ വല്ല ഉദ്ദേശം ഉണ്ടെന്നാണോ? നോ നോ നോ, അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. അല്ല, ഒരു സംശയം. അവള് തന്നെയാണ് നാഗറാണിയെങ്കിൽ നേരത്തെ നമ്മളെ ആക്രമിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? അതെ, അത് തന്നെയാണ് അവളുടെ പ്ലാൻ. ആദ്യം അവൾ നമ്മളെല്ലാവരും ട്രാപ്പ് ചെയ്യും. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം അവൾ വീക്ഷിക്കുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യുക. എന്നുവെച്ചാൽ അവൾ ഒരിക്കലും നേരിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടില്ല. ആദ്യം ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്ന് ഫോളോ ചെയ്തു. ഞാൻ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് അവൾ അറിയാൻ ശ്രമിച്ചു. ഞാൻ വിഡ്ഢിയെ പോലെ നാഗമാണിക്ക് മോഹിച്ച് പിടിക്കപ്പെട്ടു. അത് മുതലെടുത്ത് അവൾ എന്നെ കൊല്ലാൻ വേണ്ടി അന്ന് ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് തന്നെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്ക് നമ്മളിൽ നല്ല ശ്രദ്ധയുണ്ട്. ഇപ്പോഴും നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെ അവൾ നടക്കുന്നത്. നല്ല സമയത്ത് അത്ര വിക്രം ഇങ്ങോട്ട് വന്നത്. എല്ലാ കാര്യം അവൻ അറിയട്ടെ. മാഡം, അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. അദ്ദേഹത്തെ ഒന്നും അറിയിക്കില്ല. നിന്റെ കളി കുറച്ച് കൂടുതലാണ്. ഇന്നത്തോടെ ഞാനതെല്ലാം അവസാനിപ്പിച്ചത്. മാഡം പ്ലീസ് മാഡം, ഞാൻ കൈകൊക്കെ പറയാം. ദൈവത്തെ ഓർത്തൊന്നും പറയല്ലേ. ശിവാനി, താനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ പറ്റിയ? തൃശ്ശൂർ, ഞാൻ ഫോൺ ചെയ്തപ്പോ അമ്പലത്തിലെന്ന് നീ എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അതെ കൊച്ചു മുതലാളി, ഞാൻ സത്യമായിട്ട് അമ്പലത്തിലേക്ക് പോയതാ. ഓ, നിന്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇതാണല്ലേ? ശിവാനി, ഞാൻ തന്റെ വീട്ടിലേക്ക് പോയപ്പോ താനും അമ്പലത്തിൽ പോയെന്നാണല്ലോ പറഞ്ഞു. ഞാൻ തന്നെ കാണാൻ അമ്പലത്തിലേക്ക് പോവായിരുന്നു. ബട്ട് താനാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നു. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്റെ വണ്ടിയുടെ അടുത്തായിട്ട് വീണ് കിടക്കുക. എന്താ സംഭവിച്ചേ? അതെന്താന്ന് വെച്ചാ മാഡം, ഞാൻ പറഞ്ഞോളാം. കൊച്ചു മുതലാളി, അത് ശിവാനി മേഡം ഉണ്ടല്ലോ, ഒരു പാമ്പിനെ കണ്ട് അവിടെ നിന്ന് പേടിച്ചോടുമായിരുന്നു. പാമ്പോ? ശിവാനി പാമ്പിനെ കണ്ട് പേടിച്ചോടിയ കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? നീ എങ്ങനെ ഇവിടെ വന്നേ? അപ്പോൾ ആ സമയത്ത് ഇതിലൂടെ ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാഡം കരയുന്നത് ഞാൻ ശരിക്കും കേട്ടതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടി എത്തിയതാ. ഭാഗ്യം, മാഡത്തിനൊന്നും പറ്റിയില്ല. പിന്നെ നീ എന്തിനാ ശിവാനിയുടെ കയ്യിൽ കയറി പിടിച്ചത്? അത് പിന്നെ മാഡം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു മുതലാളി. അതുകൊണ്ട് കയ്യിൽ പിടിച്ച് ഞാൻ സമാധാനിപ്പിക്കായിരുന്നു. ആണോ ശിവാനി? താൻ പാമ്പിനെ കണ്ട് പേടിച്ചിരുന്നോ? അല്ല കൊച്ചു മുതലാളി, മാഡം ഓൾറെഡി പേടിച്ചിരിക്കല്ലേ. പിന്നെയും അതൊക്കെ ഓർമ്മിപ്പിച്ച് പേടിച്ച വല്ല പനിയും പിടിക്കും. പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ? യു ആർ റൈറ്റ്. ഐ എം സോറി ശിവാനി.
അല്ല തൃശ്ശൂർ, പാമ്പെന്നൊരു വാക്ക് കേട്ട ആ ഏരിയ പോലും കാണാത്ത ഒരാളാ നീ. നിനക്ക് അവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത്? അതൊക്കെ അപ്പോഴല്ല കൊച്ചു മുതലാളി, ഇപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ചെറിയ പാമ്പെന്നല്ല, ഇനി അനാക്കൊണ്ട മുന്നിൽ വന്ന് നിന്നാലും ധൈര്യത്തോടെ അതിനെ ഞാൻ എതിർക്കും. നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിവേസ് തൃശ്ശൂർ, താങ്ക് യു സോ മച്ച്. നീ കറക്റ്റ് സമയത്ത് വന്ന് ശിവാനിയെ രക്ഷിച്ചു. താങ്ക് യു. ശിവാനി, ആർ യു ഓൾ റൈറ്റ്? Yeah, I'm okay. തൃശ്ശൂർ, നീ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വന്നല്ലേ? നീ പൊയ്ക്കോ, ഞങ്ങൾ വന്നേക്കാം. ഓക്കെ ശിവാനി, വാ പോവാം. നീ പറയുന്ന പോലാണെങ്കിൽ നമ്മളൊക്കെ ട്രാപ്പിലാണെന്ന് അർത്ഥം. അപ്പോ അവള് നമ്മളെയൊക്കെ കൊല്ലുമെന്ന് ഉറപ്പായി. ഞാനിവിടെ നിൽക്കില്ല, ഞാൻ എവിടെങ്കിലും പോവാ. എടാ വിശ്വ, എടാ ഞാനും വരാടെ നിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും. ഈ നാഗമാണിക്യത്തിന്റെ കച്ചവടവും മതി, ഈ നാഗങ്ങളായിട്ടുള്ള ഇടപാടും മതി. ഞാനിനി ഒന്നിനും ഇല്ലേ, എവിടെങ്കിലും പോയിന്ന് ജീവിച്ചാ മതി. മതിയായി മോനെ, മതിയായി. എത്ര ദിവസം നമുക്ക് ഒളിച്ചിരിക്കാനാവും? 1 മാസം, 2 മാസം, 1 വർഷം? നാഗറാണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അവള് വന്ന് നമ്മളെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ. നമുക്കാർക്കെങ്കിലും ആ നാഗമാണിക്യം കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ആ നാഗമാണിക്യം നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം. അങ്ങനെയെങ്കിലും നമ്മളെ അവള് വെറുതെ വിട്ടാലോ? എന്താണ് നീ പറയുന്നത്? നാഗമാണിക്യം തിരിച്ചു കൊടുക്കാൻ പറ്റിയേക്കാം, പക്ഷെ നമ്മളെടുത്ത ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അയ്യോ, ഉള്ളയെല്ലാം വിറ്റുപറിക്കാലോ, എവിടെങ്കിലും പോയി ജീവിക്കാമല്ലോ. ഞാനിനി ഒന്നിനുമില്ല. ഏയ് ചുമ്മാതിരിക്കേ. സാംബശിക, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ നല്ലൊരു പ്ലാനുണ്ട്. പ്ലാനാ? എന്താ അത്? അവൾ നമ്മളെ അപായപ്പെടുത്തുന്നതിന് മുമ്പ് അവൾ നമ്മുടെ കെണിയിൽ വീഴണം. അവൾ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് സാധിക്കുമോ? സാധിച്ചെടുക്കും പോലെ നമ്മൾ പ്രവർത്തിക്കണം. അവൾ മനസ്സിൽ കാണുന്നതിന് മുമ്പേ നമ്മൾ മാനത്ത് കണ്ടിരിക്കണം. അവൾ എവിടെയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. അവളെ ഞാൻ ട്രാപ്പ് ചെയ്തോളാം. അവൾ എവിടെയാണ്, എങ്ങനെയാണ്, ഏതവസ്ഥയിലാണെന്ന് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ ഡോക്ടറെ? വാവ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ നാഗറാണി നമ്മുടെ കയ്യിൽ തന്നെ വന്ന് പെടുന്നതായിരിക്കും. ഇത് ശരിയാ, നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ കേൾക്കാത്ത ദിഗ്വിജയും ഈ പ്ലാൻ എന്തായാലും സമ്മതിക്കും. അതുറപ്പാ. ഞാൻ എത്രയൊക്കെ സത്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് അതെല്ലാം നുണയാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്താണ് പറഞ്ഞെന്ന് പ്രൂവ് ചെയ്യാ. എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവളില്ലേ ആ നാഗറാണി, അവളെയും കൂടി മരണമെന്താണ്, മരണഭയം എന്താണെന്നും കൂടി അവളെ പഠിപ്പിക്കണം. യെസ്, അവൾക്ക് മരണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താണ് ഇങ്ങനെയൊക്കെ? ശിവാനിയോട് കഷ്ടപ്പെട്ടെല്ലാം പറയാൻ നിൽക്കായിരുന്നു, അപ്പോഴേക്കും ബോസ് വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. കൊച്ചു മുതലെങ്ങാനും കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അവിടെ സംഭവിക്കുന്നത് വേറെയായിരിക്കും. ഭാഗ്യം, ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ബോസിന് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഡൗട്ടടിച്ച് ശിവാനിയോട് വല്ലതും ചോദിക്കോ? അയ്യോ, അവൾക്കല്ലെങ്കിലേ എന്നോട് ദേഷ്യം. ഇനി ആ ദേഷ്യത്തില് നടന്നതൊക്കെ ബോസിനോട് തുറന്നു പറഞ്ഞാ ഞാൻ അവളുടെ പുറകെ നടന്നതും സ്വപ്നത്തെ കണ്ടത് ഫലിക്കുമെന്ന് പറഞ്ഞതും എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞതൊക്കെ ഇതൊക്കെ കൊച്ചുമുതലാളി ഞാൻ അറിഞ്ഞ പിന്നെ നടക്കുന്നതേ വേറെ. ബോസ് എന്നെ വെറുക്കാനും തുടങ്ങും, എന്നെക്കുറിച്ച് മോശം അഭിപ്രായമാവും. ഈശ്വര,
ശിവാനി ബോസിനോടൊന്നും പറയാതിരുന്നാ മതി. ശിവാനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കൊച്ചു മുതലാളിക്ക് എന്നോട് സംശയം തോന്നാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് ഞാൻ മാത്രമാണ്. ഇനി ഒരു പക്ഷേ കൊച്ചു മുതലാളിക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം മാറ്റേണ്ടതേ അത് തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. എന്താ ഈ പറയുന്നത് ശിവാനി? തൃശൂൽ വീണ്ടും വന്ന് ശല്യം ചെയ്തെന്നോ? അതെ നീലി, അതേ സമയത്ത് തന്നെ ത്രിവിക്രമം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൃശൂൽ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുക ചെയ്തത്. ഒരുപക്ഷെ ത്രിവിക്രം ഈ കാര്യമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ നടക്കുന്നതേ വേറെ ആകുമായിരുന്നു. ശിവാനി, നീ ത്രിവിക്രമനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. പക്ഷേ തൃശൂൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്തത്? അവന്റെ സ്വപ്നം എങ്ങാനും സത്യമായാൽ? എന്നുവെച്ചാ ത്രിവിക്രം എന്നെ കൊല്ലുമെന്നാണോ? അവൻ ത്രിവിക്രമനല്ല, ആദിശേഷനാണെന്നത് നീ മറന്നോ? അവൻ ആദിശേഷനാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. പക്ഷേ ത്രിവിക്രമന് പോലും അതറിയില്ല. അറിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ കൊല്ലാൻ മാത്രമുള്ള ദേഷ്യമൊന്നും അവൻ എന്നോട് ഇല്ല നീലി. അവൻ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ആ തൃശൂൽ വെറുതെ ഓരോന്ന് പറഞ്ഞു എന്നെയും ത്രിവിക്രമനെയും തമ്മിൽ അകറ്റാൻ നോക്കുക നീലി. അവന് ഞാൻ നഷ്ടപ്പെടുന്നതിന്റെ അസൂയ, ഞാൻ അവനെ സ്നേഹിക്കാത്തതിന്റെ ദേഷ്യം അവന്. ശിവാനി, ഞാനും ആദ്യം അങ്ങനെ തന്നെയാ കരുതിയത്. പക്ഷേ തൃശൂൽ വീണ്ടും വീണ്ടും ആ സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് സത്യമാകുമോന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്തിനാ നീലി നീ ഇങ്ങനെ അവന് വേണ്ടി സംസാരിക്കുന്നേ? അവൻ വന്ന് എന്തെങ്കിലും പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയോ? ഇല്ല ശിവാനി, നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ മനുഷ്യരല്ല, ഇച്ഛാധാരിയായ നാഗങ്ങളാണ്. നീ നാഗമാണെന്ന സത്യം ത്രിവിക്രമനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ? അതെങ്ങനെ അറിയാനാ നീലി? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് ഉണ്ടായിട്ടില്ലല്ലോ. ശിവാനി, നീ നാഗമാണെന്ന് മനസ്സിലാക്കി തൃശൂൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ നിശ്ചയ ദിവസം ത്രിവിക്രമൻ എന്തെങ്കിലും... പ്ലീസ് നിർത്ത് നീലി. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരം വേണ്ട. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ല ശിവാനി. പക്ഷേ തൃശൂലിന്റെ സ്വപ്നം എങ്ങാനും സത്യമായാൽ ഇത്രയും കാലത്തെ നിന്റെ പ്രയത്നങ്ങളെല്ലാം വെറുതെയായി പോകും. ഓർമ്മ വെച്ചോ. എന്താണ് മരുമോനെ, എന്തോ ആലോചനയിലാണല്ലോ? ഒന്നുമില്ല അങ്കിളെ. എന്താ മോനെ ഇത്? അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിനെ ആലോചിച്ച് റൊമാൻറ്റിക് ആയ ഒരു സോങ് സ്വപ്നം കാണുന്നതിന് പകരം നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരുന്നാലോ? അല്ല, നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയേ. സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു തരാന്നേ. ഞാൻ അതിൽ എക്സ്പേർട്ട് അല്ലേ, നിനക്കറിയാലോ. പറയേ. ഒന്ന് വിടങ്ങളെ. അതങ്ങനെ വിടാൻ പറ്റുമോ? അല്ല, എന്റെ മരുമകൻ ഇവിടെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോ ഞാൻ അത് നോക്കി വെറുതെ ഇരുന്നു കഴിഞ്ഞാ ആ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. എന്തായാലും നീ എന്നോട് പറയേ, സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി തരാന്നേ. പറയേ. അത് അങ്കിളെ, ഒരു പാമ്പ്. പാമ്പോ? എവിടെ എവിടെ? എന്തെങ്കിലും പാമ്പിന് ഇത്രയും പേടിയാണോ? പിന്നെ പേടിക്കാതിരിക്കുന്ന എങ്ങനെയാ? അങ്കിളിന് ഇത്ര പേടിയാണെങ്കിൽ ഈ പെൺകുട്ടികളെ പേടിക്കുന്നതുകൊണ്ട് അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. അതെന്തിനാ മോനെ ഇങ്ങനെ അത്ഭുതപ്പെടുന്നേ? അതെ, ഈ കാട്ടുപന്നിയെ പോലും കീഴടക്കുന്ന ഈ എന്നെ പോലൊരു ധൈര്യശാലിക്ക് പാമ്പിനെ ഇത്രയും പേടിയാണെങ്കിൽ പെൺകുട്ടികളുടെ കാര്യം പിന്നെ പറയണോ? ശരി, ആവട്ടെ, ഞാൻ പോവാ. നീ എന്തായാലും ചിന്തിച്ചോണ്ടിരിക്കല്ലേ? വേണ്ട മോനെ, വേണ്ട. നീ എന്തെങ്കിലും ഹൊറർ പറയും, ഞാൻ അതിന് മറുപടി പറയണം. നീ അവസാനം പാമ്പത്ത് പറയും. അവസാനം ഞാൻ രാത്രി കിടക്കുമ്പോ പാമ്പിന്റെ സ്വപ്നം കാണും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കും. എല്ലാ നന്മയും വരല്ലേ. പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്കിൾ ഇത്രയും പേടിച്ചു. പക്ഷെ ശിവാനി പേടിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം തൃശ്ശൂരാണല്ലോ പറഞ്ഞേ. ശിവാനി എന്തായിരിക്കും ഒന്നും പറയാതിരുന്നത്?
ശിവാനി, നിന്നെ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എൻഗേജ്മെന്റ് ചെയ്യാനുമല്ല, കല്യാണം കഴിക്കാനുമല്ല. നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് വിചാരിച്ചു. ഒരിക്കലുമല്ല. ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. ശിവാനി, ശിവാനി എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂടിയേ? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്തു സ്വപ്നം? എന്റെ ത്രിവിക്രമിന്റെ എൻഗേജ്മെന്റ് ദിവസം. അയ്യോ, ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? ഇതിനാണോ നീ ഇങ്ങനെ നടന്ന് നിലവിളിച്ചത്? നീ ഇത്രയും നാള് കാത്തിരുന്നത് നിന്റെയും ത്രിവിക്രമന്റെയും എൻഗേജ്മെന്റിനല്ലേ? നിങ്ങൾ രണ്ടാളും ഒന്നാവുന്ന ദിവസമല്ലേ? അങ്ങനെ ഒരു സ്വപ്നമാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ നീലി. പക്ഷെ ഞാൻ കണ്ടത് കാണാൻ പാടില്ലാത്തൊരു സ്വപ്ന. എൻഗേജ്മെന്റിന് അന്ന് ത്രിവിക്രം എന്റെ വിരലിൽ മോതിരിടുകയല്ല ചെയ്തത്, കത്തി വെച്ച് എന്നെ കുത്തി കൊല്ലാൻ നോക്കാ ചെയ്തത്.